സുജമ, നമസ്കാരം. നമസ്കാരം. സുജമ, എനിക്കിന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ പറയണേ, എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. ജോബ് ചെയ്യുന്നുള്ള ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, എന്താണ് വ്യക്തിഗത ഇൻഷുറൻസ്, ഒന്ന് ക്ലാരിറ്റി വരുത്തി തരാമോ? ശരി, അതിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി സ്ഥാപനം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് എന്ന് നമ്മൾ പറയും. അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് കവറേജ് തീരുമാനിക്കുന്നതും എന്തൊക്കെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും വേണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ആ കമ്പനിയാണ്, എടുക്കുന്ന വ്യക്തിയല്ല. പിന്നെ അതിലൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങൾ, നിലവിലുള്ള അസുഖങ്ങളെല്ലാം കവറേജ് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ട്. പക്ഷേ മിക്കവാറും സ്ഥാപനങ്ങളിൽ ഇൻഷുറൻസ് സാധാരണ ജോലിക്കാർക്കൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കോ കൂടി വന്ന 1 ലക്ഷം രൂപയോ 2 ലക്ഷം ഒക്കെ ആയിരിക്കും കവറേജ് കൊടുക്കുന്നത്. കുറച്ചും കൂടി ഹയർ ലെവലിൽ മാനേജീരിയൽ അല്ലെങ്കിൽ മിഡിൽ മാനേജീരിയൽ ലെവലിലൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് 5 ലക്ഷമോ അതിന് കൂടുതലോ ഒക്കെ വരുന്നത്. ചിലപ്പോൾ 20-22 ഒക്കെ കൊല്ലം ജോലി ചെയ്തവർക്കായിരിക്കും 10 ലക്ഷമൊക്കെ കവറേജ് ഈ കമ്പനി കൊടുക്കുന്നത്. എപ്പോഴും നമുക്ക് ആ ഒരു സീലിംഗിൽ നിന്ന് മാത്രമേ അസുഖം വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? നമുക്ക് കൂടുതൽ സം ഇൻഷേർഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് പ്ലാനുകളും ബേസ് പ്ലാനുകളും ഒക്കെ വെച്ച് നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതേസമയം കമ്പനിയാണ് ഇൻഷുറൻസ് തുകയും ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള കവറേജ്, നമുക്ക് അസുഖത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സയ്ക്ക് അനുസരിച്ചുള്ള കവറേജ് ഉണ്ടാവില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കമ്പനികൾ, പ്രത്യേകിച്ച് ആദിത്യ ബിർള പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ സൂപ്പർ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു ബോണസ് നമുക്ക് തരുന്നുണ്ട്. അത് 100% ബോണസാണ് ആദിത്യ ബിർളയിലെ 1 മാക്സ് പ്ലാൻ തരുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഒരു 10 ലക്ഷം രൂപയാണ് ഒരു വ്യക്തിഗതമായോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടറായോ ഇൻഷുറൻസ് എടുത്തെങ്കിൽ പിറ്റേ വർഷം ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു 10 ലക്ഷം കൂടി കയറുന്നുണ്ട്. അപ്പോൾ തുടർ വർഷത്തിൽ 20 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് എടുക്കാനുള്ള യോഗ്യതയുണ്ട്. അതേസമയം ഗ്രൂപ്പ് ഇൻഷുറൻസിലാണെങ്കിൽ അങ്ങനെയുള്ള കൺസെപ്റ്റുകളില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞ കവറേജ് ആയിരിക്കും കമ്പനി തരുന്നത്, കാരണം അവർക്ക് പ്രീമിയം വൻ തുകയായ അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ പിന്നീട് അങ്ങോട്ട് വരും തോറും നമ്മുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ പണപ്പെരുപ്പ് അനുസരിച്ചിട്ടുള്ളൊരു കവറേജ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ എന്നാണോ ആ കമ്പനിയുമായിട്ട് സർവീസ് നിർത്തുന്നത് ആ സമയത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ കവറേജിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. പിന്നെ ചില ആളുകൾ, ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്ത് നല്ലൊരു ഓഫർ വരുമ്പോൾ അവർ മാറാം. അപ്പൊ എപ്പോഴും ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, ഇപ്പൊ ഈ കമ്പനിയിൽ ഇന്ന് വരെ വർക്ക് ചെയ്തു, നാളെ വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണമെന്നല്ല, ചിലപ്പോൾ മറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ 2 ആഴ്ചത്തെയോ 1 മാസത്തെയോ ഒക്കെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാം. പിന്നെ അവിടുത്തെ ഓൺ ബോർഡ് ചെയ്തു അവിടെ ഇൻഷുറൻസ് ആയി വരുമ്പോഴൊക്കെ ചിലപ്പോൾ 1-2 ഗ്യാപ്പ്, ഒരു കവറേജ് ഗ്യാപ്പ് വരും. അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ആ കവറേജ് ഗ്യാപ്പിൽ ആക്സിഡന്റ് വന്നിട്ട് വൻ തുക ഇൻഷുറൻസ് വേണ്ടി വന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ആളുടെ ഒരു മറവി കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ പുതിയൊരു ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ കമ്പനിയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനോ ഉള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പൊ ഈ വൻ തുക പേഴ്സണലായിട്ട് സേവിങ്സിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കോർപ്പറേറ്റ് ഇൻഷുറൻസ് നല്ലതാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നവരോട് നമ്മൾ പ്രധാനമായിട്ട് പറയാറുള്ളത്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ ഇൻഷുറൻസ് എടുത്തോ, പക്ഷെ നിങ്ങളുടെ ഇൻഷുറൻസ് എന്ന് തീരുന്നു, നിങ്ങൾ ജോബ് ചേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ കവറേജ് ഗ്യാപ്പ് ഇല്ലാതിരിക്കാനായിട്ട് പേഴ്സണൽ ഇൻഷുറൻസും കൂടെ ഒരെണ്ണം കരുതി വെക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പിന്നെ എന്ത് വന്നാലും ഇതിനൊരു എക്സിറ്റ് ആയിട്ട് ഒരു ഡേറ്റ് ഉണ്ട്. നമ്മൾ ജോബിൽ നിന്ന് റിട്ടയർമെന്റ് ആയോ ആ സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്കൊക്കെ മാറുമ്പോഴും നമുക്ക് പ്രായത്തിനനുസരിച്ചുള്ള കവറേജ് പിന്നീട് വരും. പിന്നെ അതുകൂടാതെ വെയിറ്റിംഗ് പീരീഡുകളെല്ലാം സ്വന്തമായിട്ട് എടുക്കുമ്പോൾ വീണ്ടും ബാധകമാണ്. അത് ഒരു വലിയൊരു പോയിന്റ് അല്ലേ? അതെ. അതായത് ഒരാള് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു 50-ാമത്തെ വയസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 58-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ആ ടൈമിൽ പോയി അവൻ ഒന്നും കൂടി ഒരു വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കുമ്പോൾ വെയിറ്റിംഗ് പീരീഡുകൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാവുകയല്ലേ? അതെ. പിന്നെ അതുകൂടാതെ നമുക്ക്
കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്താറുള്ളത് വേറൊരു തരത്തിലാണ്. ചില ഡിഡക്റ്റബിൾസ് വെച്ചിട്ടുണ്ട്. അതായത് 25,000 രൂപ വരെയുള്ള ക്ലെയിമുകൾ വ്യക്തിഗത പ്ലാനിൽ നമ്മൾ കവറേജ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ 50,000 രൂപ വരെയുള്ളത് നമ്മൾ വ്യക്തിഗത പ്ലാനിൽ കവറേജ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രീമിയത്തിൽ വളരെയധികം കുറവ് വരുന്നുണ്ട്. കാരണം നമുക്ക് ചെറിയ ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ കവറേജ് ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്തുപയോഗിക്കാം? കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ കമ്പനി ജോലി ചെയ്യുന്ന സ്ഥാപനം കൊടുക്കുന്ന ഇൻഷുറൻസ് ഉപയോഗിക്കാം. അപ്പൊ അവർക്ക് അവിടെ ക്ലെയിം അവരുടെ കമ്പനിയിൽ കിട്ടുന്നുണ്ട്. അതേസമയം വലിയൊരു തുക ആവശ്യമുള്ള, കൂടുതൽ സം ഇൻഷുർഡ് ആവശ്യമുള്ളതിന് അവരുടെ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഈ വ്യക്തിഗത ഇൻഷുറൻസിൽ 10 ലക്ഷമോ അതിൽ കൂടുതലുള്ള ഈ ഇൻഷുറൻസിൽ കൊടുക്കാം. അതായത് ആൾക്കാരെ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? അതെ. അതുപോലെ ജോമി ചോദിച്ചല്ലോ, അപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് ചെറിയ തുകയ്ക്കായിരിക്കും സം ഇൻഷുർഡ് വരുന്നത്. 2 ലക്ഷം 5 ലക്ഷം ഒരുപാട് നാള് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അതും ഹയർ ലെവലിലുള്ള ഓഫീസേഴ്സിനൊക്കെയാണ് 10 ലക്ഷമൊക്കെ കൊടുക്കുന്നത്, വർഷങ്ങളോളം സേവനം ചെയ്തതിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് ബേസ് പോളിസി എടുക്കാതെ തന്നെ ടോപ്പപ്പ് എടുക്കാനായിട്ട് പറ്റും. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ 1 കോടി വരെയുള്ളത്, 50 ലക്ഷമോ 75 ലക്ഷമോ 1 കോടി വരെയുള്ള ഒരു ടോപ്പപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ കുറഞ്ഞ ചികിത്സാ ചെലവുകൾ വേണ്ടതെല്ലാം അവർക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസിൽ കവറേജ് കിട്ടും. അതേസമയം ഹയർ ലെവലിലുള്ളൊരു കവറേജ് ആവശ്യമുള്ളതിന് അവർക്ക് ഈ ടോപ്പപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ടോപ്പപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. പിന്നെ പേരൻസിന് ചില കമ്പനികൾ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പെടുത്തുന്നുണ്ട്, 60, 65, 70 വയസ്സുള്ളവരെ. അപ്പൊ അവർക്കും ഒരു വാർദ്ധക്യത്തിന്റെ ഒരു അവസാന ഘട്ടങ്ങളിലൊക്കെ കൂടുതൽ ചികിത്സാ ചെലവുകൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കുറവ്, സം ഇൻഷുർഡ് അല്ലെങ്കിൽ കവറേജ് തുക കുറവായതുകൊണ്ട് അവിടെ അവർക്ക് വേണ്ട രീതിയിലുള്ള കവറേജ് ഉണ്ടാവില്ല. അപ്പൊ അവർക്കും ഇതുപോലെ ടോപ്പപ്പ് എടുക്കുകയാണെങ്കിൽ നേരത്തെ കൂട്ടി എടുക്കുക, 60 വയസ്സിനൊക്കെ മുമ്പ് തന്നെ ഒരു ടോപ്പപ്പ് പ്ലാൻ എടുത്തു വെക്കുകയാണെങ്കിൽ അവർക്ക് പേരൻസിനെ നല്ല രീതിയിൽ കവറേജ് കൊടുക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കമ്പനിയിൽ ചെറിയ ക്ലെയിമുകൾ അതെടുക്കാം, വലിയൊരു ക്ലെയിം വരുവാണെങ്കിൽ ടോപ്പപ്പിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പറഞ്ഞു വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കാതിരിക്കാൻ പാടില്ല. അവരും എടുക്കണം. ഒരു ചെറിയ പ്രീമിയത്തിൽ, നല്ല പ്രായത്തിലാണെങ്കിൽ ആ ഒരു ചെറിയ ഒരു എമൗണ്ട് വ്യക്തിഗത ഇൻഷുറൻസ് പോകുന്നത് നല്ലതായിരിക്കും. അത് അവരുടെ ബോണസ് കയറും. അവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യം, ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവുകയോ ചെയ്യുമ്പോഴേക്കും ഇവിടെ ബോണസ് ഉൾപ്പെടെ മെഡിക്കൽ ഇൻഫ്ലേഷനെ, ആരോഗ്യരംഗത്തെ പണപ്പെരുപ്പത്തിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഇൻഷുറൻസ് തുകയായിട്ട് അത് മാറിയിട്ടുണ്ടാവും. കാരണം ഇപ്പൊ 1 മാക്സ് പ്ലാൻ ആദിത്യ ബിർളയുടെ എടുക്കുകയാണെങ്കിൽ അത് 6ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും 500% കൂടി അവർ വാങ്ങിച്ച എത്രയാണോ സം ഇൻഷുർഡ് അതും കൂടെ കൂടുതലായിട്ട് 60 ലക്ഷമോ 1 കോടിയുടെ അടുത്തൊക്കെ കവറേജ് അവർക്ക് ഉണ്ടാവും. അത്രയും വ്യത്യാസം വരും. അപ്പൊ മറ്റുള്ള കമ്പനികളിലാവുമ്പോൾ, മറ്റുള്ള ഇവരുടെ കോർപ്പറേറ്റ് ഇൻഷുറൻസിലാണെങ്കിൽ അങ്ങനെ ഒരു ഹൈക്കോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനൊരു, അപ്പം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു വലിയ കുറവാണ്. അതെ, അവർക്ക് ഇൻഷുറൻസ് ആരോഗ്യ രംഗത്ത് ഉണ്ട് പറഞ്ഞാൽ അതെല്ലാമായി ഞങ്ങൾ സേഫ് ആണ് എന്നുള്ളൊരു ചിന്ത പൊതുവെ നമ്മുടെ സമൂഹത്തിൽ, ഏത് കമ്പനി ആയാലും അതിനകത്ത് ബ്രാക്കറ്റിൽ ഒരു ഇത്ര പെർസെന്റേജ് ഇതേ ഉള്ളൂ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? അതെ. അപ്പൊ ആ ഒരു ക്ലൈമേ നടക്കുകയുള്ളൂ അവിടെ. അതെ. പിന്നെ വേറൊരു ഇതുള്ളത്, അവരേതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായിട്ട് അവിടെ അവർക്ക് ഉപഭോക്താക്കളാവുകയാണ്, കസ്റ്റമേഴ്സ് ആവുകയാണെങ്കിൽ ആ സ്ഥാപനവും കുറഞ്ഞ പ്രീമിയത്തിൽ ഞങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന സ്ഥാപനത്തിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാണ്. പിന്നെ അതുകൂടാതെ തുടക്കത്തിൽ അവർ ആ ഇൻഷുറൻസിൽ ചേരാൻ കാരണം പ്രീമിയം കുറവാണെന്നുള്ളതാണ്. അപ്പൊ ഈ പ്രീമിയം കുറവിൽ അവർ അടച്ചടച്ച് പോയി അതെടുത്തിരിക്കുന്ന ആളുകളിൽ, ആ പോളിസി ഹോൾഡേഴ്സിൽ കൂടുതൽ ക്ലെയിം വന്നാൽ ചിലപ്പോൾ ഒരു 5 or 6 കൊല്ലം കഴിയുമ്പോൾ ഇവർ വ്യക്തിഗതമായിട്ട് എടുക്കുന്ന അതേ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് വരുന്ന പ്രീമിയത്തേക്കാൾ വളരെ കൂടുതലായി തീരും ഈ പറഞ്ഞ സ്ഥാപനങ്ങളുമായിട്ടുള്ള ടൈപ്പിൽ എടുക്കുന്ന പ്രീമിയം. അപ്പൊ ആദ്യം അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, കുറഞ്ഞ പ്രീമിയം. പിന്നീട് അത് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഏജിനനുസരിച്ച് വളരെ
വ്യത്യാസം വരുമ്പോൾ അത് പ്രീമിയം അടയ്ക്കാൻ അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഏജൻസിനെ അവർ സമീപിക്കാം. ഇതൊന്ന് മാറ്റി തരാമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കി തരാമോ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒരിക്കലും വ്യക്തിഗതമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വ്യക്തിഗതമായിട്ട് എടുക്കുക. അപ്പം അന്നേരം വരുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങണം, വെയിറ്റിംഗ് പീരീഡുകൾ ബാധകമാവും. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രീമിയത്തിൽ വർധനവ് വരാം. അപ്പം അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ വരാം. അപ്പം നമ്മൾ ഇൻഷുറൻസ് ആരോഗ്യരംഗത്ത് ഉണ്ട് എന്നുള്ളതല്ല, അതിൻ്റെ വരും വരായികൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ അതിൽ ചേരണോ വേണ്ടയോ അതോ വ്യക്തിപരമായിട്ട് എടുക്കുന്നതാണോ നല്ലതെന്നുള്ളത് ചിന്തിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പലർക്കും അറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ അതിനേക്കാളും ഒരു പടി പ്രാധാന്യമാണ് സാധാരണ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അറിവില്ലാത്തവരൊന്ന് അറിവുള്ളവരോട് ചോദിക്കും ചെയ്യണം. അവര് ചിലപ്പോൾ എടുക്കാൻ കാലതാമസം വരാം, അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങളാവാനും ഒക്കെ ചിലപ്പോ ഒരു കാലം തീരുമാനം എടുക്കാൻ ലേറ്റ് ആവും തോറും പ്രീമിയത്തിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങൾ പരിമിതപ്പെട്ടു വരും. ഓക്കെ.